ഹലോ എവ്രി വൺ, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മേ, തു, തും, ആപ്പ് എവിടെയൊക്കെ എപ്പോൾ പ്രയോഗിക്കണം എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരാളോട് ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ തു എന്നാണോ, തും എന്നാണോ, ആപ്പ് എന്നാണോ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് നോക്കാം. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ഏകവചനാണ്. നമ്മൾ സ്വന്തം കാര്യങ്ങൾ പറയുമ്പോഴാണ് മേ ഉപയോഗിക്കുന്നത്. മേ ഏകവചനാണ്. അതേപോലെ ഹം ബഹുവചനാണ്. ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. മേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്രിയയായിട്ട് ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? പഠൂങ്ക, കറൂങ്ക, ആവൂങ്ക, ജാവൂങ്ക ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക. ആന വരിക. ജാന എന്ന് പറഞ്ഞാൽ പോവുക അല്ലെങ്കിൽ പോകുക. അപ്പോൾ പഠൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കും അല്ലെങ്കിൽ വായിക്കും. കരൂങ്ക ഞാൻ ചെയ്യും. മേ ആവുങ്ക ഞാൻ വരും. മേ ജാവുങ്ക ഞാൻ പോകും. അടുത്തത് തു നമ്മൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? തു എന്ന് പറഞ്ഞാൽ നീ. നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആളുകളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴാണ് തു ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ക്രിയയായിട്ട് വരുന്നത് പഠേക, കരേക, ആയേക, ജായേക എന്നൊക്കെയാണ്. നമ്മൾ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആപ്പ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. കാരണം ഒരു റെസ്പെക്റ്റ് എന്ന രീതിയിൽ ആപ്പ് ഉപയോഗിച്ച് സംസാരിക്കാം. പിന്നെ തും ഉപയോഗിക്കുന്നത്, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. തും ഉപയോഗിക്കുന്നത് നമ്മുടെ സെയിം ഏജിലായിട്ടുള്ളവരോട് അല്ലെങ്കിൽ 1-2 വയസ്സിനൊക്കെ വ്യത്യാസമായിട്ടുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് തും ഉപയോഗിക്കുന്നത്. തും ക്രിയയായിട്ട് വരുന്നത് പഠോഗെ, കരോഗെ, ആവോഗെ, ജാവോഗെ ഇവയൊക്കെയാണ്. അതേപോലെ ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ അല്ലെങ്കിൽ നിങ്ങളെന്നും പറയാം. അപ്പോൾ ആപ്പ് ഉപയോഗിക്കുന്നത് നമ്മളെക്കാളും മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ, ഗ്രാൻഡ് പാരൻസിനോട് പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. റെസ്പെക്റ്റ് എന്ന രീതിയിൽ നമ്മൾ ആപ്പ് ഉപയോഗിച്ച് സംസാരിക്കണം. പിന്നെ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആളാണെങ്കിലും ഏതെങ്കിലും നല്ല പദവിയിലുള്ളവരാണെങ്കിൽ അവരോട് നമ്മൾ ആപ്പ് ഉപയോഗിച്ച് സംസാരിക്കണം. വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ ആപ്പ് ഉപയോഗിച്ച് സംസാരിക്കണം. ചിലപ്പോൾ നിങ്ങളെക്കാളൊക്കെ മുതിർന്നവരെ നിങ്ങളെ ആപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, സംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കാരണമായിരിക്കും അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ക്രിയയായിട്ട് ഏതൊക്കെയാണ് വരുന്നത്? പഠേങ്കെ, കരേങ്കെ, ആയേങ്കെ, ജായേങ്കെ ഇവയൊക്കെയാണ്. നമുക്ക് വേറെയും എക്സാമ്പിൾസ് നോക്കാം. മേ ലിഖ് റഹി ഹൂം ഞാൻ എഴുതുകയാണ്. മേ ലിഖ് റഹി ഹൂം ഞാൻ എഴുതുകയാണ്. തു ലിഖ് രഹാ ഹെ നീ എഴുതുകയാണ്. തു വരുമ്പോൾ ഹേ വരും. തും ലിഖ് രഹേ ഹോ നിങ്ങൾ എഴുതുകയാണ്. ആപ് ലിഖ് രഹേ ഹെ താങ്കൾ എഴുതുകയാണ്. ഇവിടെ രഹേ ഹേ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? ആപ്പ് വന്നതുകൊണ്ട്. അതായത് നമ്മൾ ബഹുമാനപൂർവ്വമാണ് സംസാരിക്കുന്നത്. റെസ്പെക്റ്റ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഹേയുടെ മുകളിൽ ഇവിടെ ബിന്ദു വരും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.